നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്ന വിഷയം തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഏകദേശം 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർക്ക് അനുഭവത്തിൽ വരുന്ന ബുധദശാകാല ഗുണദോഷ ബലസാധ്യതകളാണ്. ഏതൊരു തിരുവാതിര നക്ഷത്ര ജാതകനും ജനിക്കുന്നത് രാഹുർ ദശാകാലത്തിലാണ്. രാഹുർ ദശ എന്ന് പറയുന്നത് 18 വർഷമാണ്. എന്നാൽ എല്ലാ തിരുവാതിര നക്ഷത്ര ജാതകരും ജനിക്കുമ്പോൾ അവർക്ക് 18 വർഷം രാഹുർ ദശ കിട്ടണമെന്നില്ല. കാരണം ജനന സമയത്തെ ആശ്രയിച്ച് രാഹുർ ദശയിൽ ചിലപ്പോൾ 9 വർഷം കിട്ടാം, ചിലപ്പോൾ 18 വർഷം കിട്ടാം, ചിലപ്പോൾ 15 വർഷം കിട്ടാം, ചിലപ്പോൾ 3 വർഷം കിട്ടാം. ഇങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. നമ്മളിതൊരു പൊതു ഫല വീഡിയോ ആയിട്ട് പറയുമ്പോൾ 18 വർഷ രാഹുർ ദശാകാലം എന്നുള്ളത് നമ്മൾ അതിൻ്റെ പകുതിയിട്ട് കണക്കൂട്ടുക, 9 വർഷം. അപ്പോൾ ജനന ദിവസം മുതൽ ഏതൊരു തിരുവാതിര നക്ഷത്ര അതിനെ സംബന്ധിച്ച് ജനന ദിവസം മുതൽ ഏകദേശം 9 വയസ്സ് വരെ രാഹുർ ദശാകാലവും 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം വ്യാഴദശാകാലവും 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടം ശനിദശാകാലവും 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടം ബുധദശാകാലവുമായിരിക്കും. തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ച് ബുധദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായിരിക്കാനാണ് സാധ്യത. എന്നാൽ അതെങ്ങനെയാണ് അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ ഏതൊരു തിരുവാതിര നക്ഷത്രത്തിൻ്റെയും ജാതകം അനുസരിച്ച് ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ദശാനാഥനായിട്ടുള്ള ബുധൻ ശുഭനായിട്ട് നിൽക്കുന്നവോ അശുഭനായിട്ട് നിൽക്കുന്നവോ എന്നതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും അതിലെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എങ്കിലും പൊതുവെ നമ്മൾ ഒരു ഗുണദോഷ ഫലത്തിൻ്റെ സാധ്യത പരിശോധിച്ചാൽ 44 വയസ്സ് മുതൽ 61 വയസ്സുള്ള കാലഘട്ടം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ബുധദശാകാലം ബുധൻ ജാതകത്തിൽ ശുഭനാണെങ്കിൽ ബുധൻ ജാതകവശാൽ ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ബുധദശാകാലം എന്ന് പറയുന്നത് എഴുത്തുകുത്തുകളിലൂടെ ധനാഗമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എഴുത്തുകുത്തുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമി വിറ്റോ മറ്റേതെങ്കിലും വിൽപ്പന നടത്തിയോ മറ്റേതെങ്കിലും ഷെയർ മാർക്കറ്റിലൂടെയോ ഒക്കെയുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട്. എന്തിനേറെ പറയുന്നു, ഭാഗ്യ അനുഭവങ്ങളിലൂടെയും ധനം കൈവശം വരും. അത് കൂടാതെ തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങളും തൊഴിൽപരമായിട്ടുള്ള ശമ്പള വർധനവും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം. ഏതെങ്കിലും തരത്തിലുള്ള പഠനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയ പഠനം പൂർത്തീകരിക്കണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് ഈ കാലഘട്ടത്തിൽ വിജയിക്കാൻ സാധിക്കും. സാഹിത്യ സംഗീത അഭിനയ മേഖലകളിലൊക്കെ അത്യത്ഭുതപൂർവമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുവാനും അതുവഴിയുള്ള അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കുവാനിടയും അറിവ് വർദ്ധിക്കും, വിവേകം വർദ്ധിക്കും, ന്യായബുദ്ധി വർദ്ധിക്കും, സൗന്ദര്യം വർദ്ധിക്കും, ചിന്താശേഷി വർദ്ധിക്കാം, സൗമ്യഭാവം വർദ്ധിക്കും. അതുവരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കടിച്ച് കീറി തിന്നാൻ ചെല്ലുന്ന രീതിയിലുള്ള ശൈലിയായിരുന്നുവെങ്കിൽ ഈ ദശാകാലത്ത് ഒരു സൗമ്യത ഉണ്ടാകും, ഒരു വശ്യത ഉണ്ടാകുന്ന തരത്തിലായി സ്വർണ്ണാഭരണങ്ങളുടെ ലബ്ധി ഉണ്ടാകും, വാഹന ലാഭമുണ്ടാകും, ഉല്ലാസയാത്രകൾ വിദേശയാത്രകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. സ്വർണ്ണാഭരണങ്ങൾ സമ്മാനം കൊടുക്കേണ്ടിയൊക്കെ വരുന്നൊരു സാഹചര്യം തറവാട്ടിലോ മക്കളുടെയോ പെങ്ങളുടെയോ മരുമക്കളുടെയോ ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടന്നു മാറുക, അല്ലെങ്കിൽ ഈ പ്രായമായിട്ടും വിവാഹം നടക്കാത്ത ഈ നക്ഷത്ര യാതൊരുണ്ടെങ്കിൽ അവർക്ക് വിവാഹം നടക്കുക, അല്ലെങ്കിൽ പുനർവിവാഹം നടക്കുക, രണ്ടാമത്തെ വിവാഹം നടക്കുക, വിവാഹ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ സംസാര ശേഷി, അതായത് സംസാരിക്കുന്നതിനാൽ സംസാര ശൈലിയിൽ ഒരു പ്രത്യേക വശ്യത, ഒരാകർഷണീയത
ഹാസ്യരസപ്രധാനമായിട്ട് സംസാരിക്കാൻ പറ്റുക. എന്തെങ്കിലും പറയുമ്പോൾ ഒരു തമാശ, മറ്റുള്ളവരെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യാൻ ഇടയാക്കുന്ന തരത്തിൽ സംസാരിക്കാൻ സാധിക്കുക. മറ്റുള്ളവരുടെ താല്പര്യത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. വിദേശയാത്രകളൊക്കെ നടത്താൻ കഴിയുക, വിദേശങ്ങളൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുക. സ്വർണ്ണ, രത്ന, ധന, ധാന്യ വ്യവസായങ്ങളിലൊക്കെ വൻ വിജയം. എന്തിനേറെ വിവര സാങ്കേതിക വിദ്യ, സോഫ്റ്റ്വെയർ കച്ചവടം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ പോലുള്ള കാര്യങ്ങളിലുള്ള കച്ചവടമൊക്കെ വിജയിക്കുക. എഴുത്തുകാർ, ജേർണലിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക ലാഭം അതുവഴി ഉണ്ടാവുക. എഴുതി കഴിയുന്ന സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് എഴുതുന്ന കഥകളൊക്കെ ചിലപ്പോൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുക. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുക, ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടുക. തൊഴിലില്ലാത്തവർക്ക് സർക്കാർ ജോലി തന്നെ കിട്ടുമെന്നല്ല പറയുന്നത്, മറ്റെന്തെങ്കിലും. ഇനി തൊഴിലിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സസ്പെൻഷനിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ബുധദശാകാലം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടായി അത് തിരിച്ചു കയറാൻ പറ്റും. പുത്രഭാഗ്യം ഉണ്ടാകാം, കുടുംബത്തിൽ തറവാട്ടിൽ പുത്രന്മാരുടെ ജനനം. വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കുക, വിശേഷപ്പെട്ട വളർത്തു പക്ഷികൾ വാങ്ങിക്കാൻ സാധിക്കുക. അതായത് ബന്ധുസമാഗമം, ബന്ധു ചേർച്ച, ഭൂമി ലാഭം, ഗൃഹലാഭം, ഇത്രയും. വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തുളസിച്ചെടിയെങ്കിലും കുഴിച്ചു വെക്കും. ഈ കാലഘട്ടത്തിൽ ഒരു പൂന്തോട്ട നിർമ്മാണം, ഒരു തുളസിച്ചെടിയെങ്കിലും നമ്മൾ കുഴിച്ചു വെക്കും. വലിയ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതിനെ സംബന്ധിച്ച് വലിയ പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ എങ്കിലും എന്തെങ്കിലും ഒരു പച്ച വൃക്ഷം എങ്കിലും നമ്മൾ കുഴിച്ചു വെച്ച് വെള്ളം കോരി അത് വളർത്തിയെടുക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ. ബുധൻ ശുഭനായിട്ട് നിന്നാൽ പേര്, പ്രശസ്തി, പുകഴ്, ധനം, ധാന്യം, സൽകീർത്തി, കലാരംഗത്ത് ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള കഴിവ്, വാചാലത, വാചക സാമർഥ്യം, വശ്യ ഭാഷണ ശൈലി, ഇങ്ങനെ ഒരു പിടി ഗുണഫലങ്ങൾ എല്ലാം തൊടുന്നിടത്തെല്ലാം കാശ് കിട്ടും. പ്രത്യേകിച്ച് ഈ ഭാഗ്യക്കുറികളിലൂടെ ധനം കിട്ടുക, അതല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകുത്തുകളിലൂടെ ധനം കിട്ടുക, ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ തൊഴിലിലൂടെ ധനം കിട്ടുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ധനാഗമ വിപുലീകരണങ്ങളും ഒപ്പം ഇഷ്ടവിവാഹലബ്ധി, ആഗ്രഹിക്കുന്ന വിവാഹം നടക്കുക, വിവാഹാനന്തരമുള്ള ടൂർ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം നീണ്ടുപോവുക, അതൊക്കെ നടത്തിക്കൊണ്ടു പോവുക, അതിലൊക്കെ അഭിരമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സന്തോഷകരമായ അവസ്ഥയിലൂടെ പോകാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് ശുഭനായിട്ടുള്ള ബുധദശാകാലം എന്ന് പറയും. ഇനി ശുഭാവസ്ഥയല്ല ബുധൻ അശുഭാവസ്ഥയാണെങ്കിലും ചുണങ്ങ് രോഗം മുതൽ സംസാരത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള സ്ട്രോക്ക് രോഗം വരെ വന്നേക്കാം. ബുധനെ സംബന്ധിച്ച് സംസാരശേഷി നഷ്ടപ്പെടുക, സംസാരിക്കുമ്പം വിക്കനുഭവപ്പെടുക, സംസാരിക്കാനായിട്ട് കഴിയാതെ വരിക, എഴുതാൻ പറ്റാതെ വരിക, എഴുതുന്നതിൽ തന്നെ ധാരാളം തെറ്റുകൾ വരിക, മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആശയമായിരിക്കില്ല പുറത്തോട്ട് പറഞ്ഞു വരുമ്പോൾ എഴുതി വരുമ്പോൾ ഉണ്ടാവുക. കുടുംബപരമായിട്ടാണെങ്കിലും സംസാരദോഷം, വാഗ്ദോഷം അനുഭവിക്കേണ്ടി വരിക, കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഗ്ദോഷം അനുഭവിക്കേണ്ടി വരിക, ക്രയവിക്രയങ്ങളിൽ പരാജയം സംഭവിക്കുക, ഊഹക്കച്ചവടങ്ങളിലൊക്കെ വൻ നഷ്ടമുണ്ടാവുക, പ്രണയ വിഷയങ്ങളിലൊക്കെ നമ്മളെ ആശയക്കുഴപ്പം, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക, അതിനെ തുടർന്ന് ബന്ധങ്ങൾ പ്രശ്നങ്ങളാവുക, പുത്രന്മാർക്കോ പുത്രികൾക്കോ എന്തെങ്കിലുമൊക്കെ പഠന വിഷയങ്ങളിൽ പരാജയം സംഭവിക്കുക, അല്ലെങ്കിൽ പഠന കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റാതെ വരിക, സാമ്പത്തികമായിട്ട് ധനം ആർജിക്കുവാനുള്ള ഒരു പരിശ്രമശീലം കുറയുക, ചർമ്മരോഗം മുതൽ പാണ്ഡുരോഗം മുതൽ കാമലാരോഗം പറഞ്ഞ രോഗമാണ്, ആ രോഗം മുതൽ കേൾവിശക്തി കുറയുക, ഇങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള രോഗദുരിതങ്ങളൊക്കെ സംഭവിക്കാം. ശരീരത്തിലെ മുഖത്തൊക്കെ കറുത്ത പാടുകൾ വീഴുക, സൗന്ദര്യം കുറയുക, കറുത്ത പാടുകൾ കൂടുതലായിട്ട് വർദ്ധിക്കുക,
ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും പാതി വഴിയിൽ വെച്ചത് ഉപേക്ഷിക്കുക. ഒന്നും ശരിയാകുന്നില്ല, പരിശ്രമത്തിൻ്റെ കാര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് അത്ര അലയാൻ പറ്റില്ല, ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുക. പക്ഷികളിൽ നിന്നുള്ള ദോഷങ്ങൾ, നമ്മൾ ഈ പ്രാവ് പോലെയുള്ള പക്ഷികളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവയുടെയൊക്കെ കാഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈറസ് നമ്മുടെ ശ്വാസകോശങ്ങളെ നശിപ്പിക്കുമെന്നൊക്കെ അടുത്തൊരു പഠനം തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുപോലുള്ള പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സദുദ്ദേശത്തോടുകൂടി പറയുന്ന കാര്യങ്ങൾ പോലും തനിക്ക് പ്രതികൂലമായിട്ട് വരിക, ഉപകാരം ചെയ്തവരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവുക, തൊഴിൽ രംഗത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എഴുതിയ കുറ്റം, തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ കുറ്റം, അതിൻ്റെ അകത്ത് വരച്ച കുറ്റം, അത് വിവരിച്ച കുറ്റം, എല്ലാം തെറ്റുകൾ. എഴുതുന്ന അക്ഷരങ്ങൾ തെറ്റിപ്പറ്റുക, വരയ്ക്കുന്ന വരകൾ തെറ്റിപ്പറ്റുക, നിർമ്മിക്കുന്ന ചിത്രങ്ങൾ തെറ്റിപ്പറ്റുക, എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പറ്റുക. എന്ത് ചെയ്താലും അതിലൊക്കെ തൊഴിൽ രംഗത്താകെ ഒരു മനക്ലേശം. ആർക്കും ഇഷ്ടമല്ല എന്ന് നമുക്ക് തോന്നുക, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നോട് എല്ലാവർക്കും വിരോധമാണ്, എനിക്ക് ചുറ്റും നിൽക്കുന്നവരുടെ ശത്രുക്കളാണെന്ന് തോന്നുന്നൊരവസ്ഥ. അതോടൊപ്പം തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ഷുഗർ സംബന്ധമായ രോഗങ്ങളുടെ തുടക്കം അതുകൊണ്ടാണ്. അപ്പോൾ ശുഭനായിട്ടുള്ള ബുധൻ എല്ലാ തരത്തിലുമുള്ള ശ്രേഷ്ഠതയും കലാ, സംഗീത, സാഹിത്യാദി വിഷയങ്ങളിലുള്ള അഭിരുചി, അവ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ, ഇവയൊക്കെ സൃഷ്ടിച്ച് തരുന്നു. ധനം തരുന്നു. ധനം തരുന്നു പറഞ്ഞാൽ ബുധൻ തരികയല്ല, ധനം നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള നമ്മളുടെ കർമ്മമേഖലയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നു. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. നമ്മളെ കാണുന്ന മാത്രയിൽ, നമ്മളോട് സംസാരിക്കുന്ന മാത്രയിൽ കസ്റ്റമർമാരായിട്ടുള്ളവർക്കാണെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിലൊക്കെ ഒരു താല്പര്യം തോന്നുന്നു നമ്മളുമായിട്ട് മുന്നോട്ട് പോകാൻ. ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാൽ വളരെ ശാന്തതയോടെ സൗമ്യശീലത്തിലൂടെ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ബുധൻ നീതനാണെങ്കിലോ എല്ലാവരോടും നമുക്ക് ദേഷ്യം. നമ്മൾ പറയുന്നത് തന്നെ അസഭ്യമായിരിക്കും, സഭ്യമല്ലാത്ത വാക്കുകൾ അറിയാതെ വന്നു പോകും. ദേഷ്യം വന്ന് നമ്മൾ സംസാരിക്കുമ്പം ആരോടാ സംസാരിക്കുന്നത്, ഏത് വേദിയാണത്, ഇതെല്ലാം മറന്നിട്ട് നമ്മളുടെ തനിനാടൻ ഭാഷ പറഞ്ഞാൽ വേറെ കൂതറ വർത്താനം, തെറി പറയുക, അനാവശ്യങ്ങൾ പറയുക, ഇല്ലാത്ത ആരോപണങ്ങൾ സൃഷ്ടിച്ച് പറയുക, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദോഷങ്ങൾ സംഭവിക്കുക. തെറിയേ പറയും. കാരണം അവരുടെ നിരാശയുമുണ്ട് അതിൻ്റെ അകത്ത്. അവരങ്ങനൊരു ഭാവം പ്രകടിപ്പിക്കുന്നതിൽ തങ്ങൾ ഇത്രയും കാലം പരിശ്രമിച്ചിട്ടും അതിൻ്റെ അകത്തൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നൊരു നിരാശയുടെ കൂടെ ഒരു പ്രതിഫലനമാണ് വളരെയേറെ കോപാധിക്യം കൊണ്ട് എന്താ പറയുന്നറിയാതെ പച്ചത്തറ വിളിച്ച് പറയുന്നത്. അപ്പം വാക്കുകൾ കൊണ്ടുള്ള അബദ്ധങ്ങൾ. അതുപോലെ തന്നെ ഈ പ്രശസ്തരായിരിക്കുന്നവരൊക്കെ ഏതെങ്കിലും വെളിപ്പെടുത്തലുകളിലൊക്കെ നടത്തി വിവാദത്തിൽപ്പെടുന്നത് ഈ ബുധൻ നീചാവസ്ഥയിൽ നിൽക്കുന്ന ദശാകാലം വരുമ്പോഴാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളെന്നൊക്കെ പറയാറില്ലേ, അത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഈ ബുധൻ്റെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ ബുധൻ എല്ലാ തരത്തിലും വാക്കിൻ്റെയും നോക്കിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ കാരകനാണ്. പ്രത്യേകിച്ച് വിദ്യാകാരകൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവനും സംഗീത സാഹിത്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ബുധനെയാണ് ആശ്രയിക്കുക. സരസ്വതി ദേവിയെ നമ്മൾ വിദ്യാദേവിയായിട്ട് സങ്കല്പിക്കുന്നുവെങ്കിൽ നവഗ്രഹത്തിൽ ബുധനാണ് വിദ്യാകാരകൻ. അപ്പം വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്തതുവരെ ജോലി കിട്ടിയിട്ടില്ല, 44 വയസ്സായി എന്ന് കരുതുക, ഒരു ഉദാഹരണം. സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയിട്ടില്ല, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിലെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയെങ്കിലും ഒരു ജോലി സാധ്യതയിലേക്ക് പരിഗണിക്കപ്പെടാൻ പോലും ഈ ബുധദശ ഉപകാരപ്രദമാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ബുധൻ നല്ലതാണെങ്കിൽ സ്വർണ്ണലാഭമൊക്കെയാണ് പറയുന്നത് ബുധനെ കൊണ്ട്. അധികമായിട്ടുള്ള സ്വർണം കൈവശം വരിക, വാഹനം കൈവശം വരിക, പച്ചക്കല്ല് പതിച്ച രത്നങ്ങൾ മരതക രത്നങ്ങൾ കൈവശം വരിക, ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് പറയും. നീചനാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ
അതാണ് മഞ്ഞപ്പിത്തം മുതൽ ഉള്ള രോഗദുരിതങ്ങളുടെ ഒരു ഘടനയിലേക്ക് മാറുകയായി. ഇതാണ് നമുക്ക് പുതുദശാകാലത്തെക്കുറിച്ച് പൊതുവെ എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും പുതുദശാകാലം എങ്ങനെയായിരിക്കും ഇവരെ സംബന്ധിച്ചെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഗുണമായിരിക്കും. ക്ഷേമനക്ഷത്രാധിപതി എന്നൊക്കെ പറയുക. അതുകൊണ്ട് വലിയ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും പുതുദശാകാലം ഉണ്ടാകത്തില്ല. അതിലുണ്ടായാൽ പോലും ഇടയ്ക്കിടയ്ക്ക് അത് മാറി മാറി ഗുണഫലങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പുതുദശാകാലം എന്ന് പറയുന്നത് 17 വർഷമാണുള്ളത്. ഇവരുടെ ഏകദേശം ഒരു 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടം പുതുദശാകാലം. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും പൊതുവെ ഗുണകരമായിരിക്കും ഈ നക്ഷത്രയാത്രക്കെന്ന് നമുക്ക് ഏകദേശം പറയാം. കൂടുതൽ ആധികാരികത എന്ന് പറയുന്നത് ജാതകത്തിലെ ബുധൻ്റെ രാശിസ്ഥിതി അനുസരിച്ചാണ് എന്ന് മറന്നുപോയത്. ഇനി മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കുന്നത്, ബുധൻ പിഴച്ചാൽ എന്ത് ചെയ്യും? ബുധൻ നീചസ്ഥാനത്തിന് എന്താണ് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാര മാർഗം? ശ്രീകൃഷ്ണ ഭജനമാണ് ബുധൻ ദോഷ പരിഹാരത്തിനായിട്ട് ജ്യോതിഷം പറയും. ബുധനാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പച്ചപ്പന്നം തത്തയ്ക്ക് ചെറുപയർ ദാനം ചെയ്യുന്നതോ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാത്ത, അതിന് സാമ്പത്തികമായിട്ട് മാർഗമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, ഏറ്റവും കുറഞ്ഞത് ഒരു 5 കുഞ്ഞുങ്ങൾക്കെങ്കിലും പഠനോപകരണങ്ങൾ പച്ച നിറത്തിലുള്ള വസ്ത്രത്തോടൊപ്പം ബുധനാഴ്ച ദിവസം ദാനം ചെയ്യുന്നത് നല്ലതായിട്ട് പറയുന്നുണ്ട്. ഈ ഗ്രഹദോഷത്തിന് നമ്മൾ ദാനം ചെയ്യാൻ പാടില്ല. 4 പേരെ അറിയിച്ച് നാട്ടുകാരെ അറിയിച്ച് മൈക്കസെറ്റും മേളമായിട്ടൊന്നും ചെയ്യരുത്. ദാനമെന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അത് കഴിവതും ഏതെങ്കിലും ദേവാലയത്തിൻ്റെ പരിസരത്ത് വെച്ചോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കൊടുക്കുന്നവനും വാങ്ങുന്നവനും മാത്രമേ അറിയാവൂ. അതാണ് ദാനം. 4 ആളെ അറിയിച്ച് നാട്ടുകാരെ അറിയിച്ച് കൊടുക്കുന്ന ദാനമല്ല, അത് പരസ്യങ്ങളാണ്. പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന കെട്ടുകാഴ്ചകളാണ്. അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ബുധദശാകാലത്ത് ബുധപ്രതിക്ക് വേണ്ടി തുളസി ഇല മുടിയിൽ ചൂടുന്നത്, തുളസി ഇല കൊണ്ട് മാല കെട്ടി ശ്രീകൃഷ്ണനെ ചാർത്തുന്നത്, തുളസി ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നത്, ഇതൊക്കെ ജ്യോതിഷപരമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന ദോഷപരിഹാരങ്ങളാണ്. ഇതൊക്കെ ഓരോരുത്തരുടെയും അറിവിലേക്കായി പറയുമെന്ന് മാത്രം. ഇനി കൂടുതൽ ദശാകാല വിവരണങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.